കർണാടകയിൽ ആക്രമകാരിയായ കടുവയെ വനംവകുപ്പ് മയക്കുവെടിവെച്ച് പിടികൂടി കൂട്ടിലടച്ചു. അതിർത്തിയിൽ കർണാടക മച്ചൂരിൽ കടുവ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് വൻ പ്രതിഷേധം ഉയർന്നിരുന്നു. തുടർന്ന് വനംവകുപ്പ് പ്രദേശത്ത് കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള തീവ്രശ്രമത്തിലായിരുന്നു. എന്നാൽ ഇതിനിടെ കടുവയെ ഉടൻ തന്നെ വനംവകുപ്പ് സ്ഥലത്തുനിന്ന് മാറ്റിയതിനെ തുടർന്ന് മച്ചൂരിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. പ്രതിഷേധക്കാർ മച്ചൂരിൽ റോഡ് ഉപരോധിച്ചു. ബത്തേരിയിൽ പ്രായപൂർത്തിയാകാത്ത ഗോത്ര പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവം പ്രതി OM ജോർജിനെ 4 ദിവസമായിട്ടും പിടികൂടാനായില്ല. ലുക്കൌട്ട് നോട്ടീസുമായി അന്വേഷണ സംഘം. എയർപോർട്ട്, സീപോർട്ട്, അയൽ സംസ്ഥാനങ്ങളിലെ പോലീസ് സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലാണ് ലുക്കൌട്ട് നോട്ടീസുകൾ നൽകിയിരിക്കുന്നത്. പ്രായപൂർത്തിയാവാത്ത ഗോത്രവർഗ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ പോയ പ്രതി OM ജോർജിനെയാണ് 4 ദിവസമായിട്ടും പോലീസിന് കണ്ടെത്താൻ കഴിയാത്തത്. സംഭവം പുറത്തറിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇയാൾ ഒളിവിൽ പോയത്. ഇയാൾക്കായി പോലീസ് OM ജോർജിന്റെ ബന്ധുവീടുകളിലും മറ്റും തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇയാൾ രാജ്യം വിടാതിരിക്കാൻ ഇയാളുടെ പാസ്പോർട്ട് പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളുടെ സെൽഫോണും സ്വിച്ച് ഓഫ് ആയതിനാൽ ഇതുപ്രകാരവും പിന്തുടരാൻ കഴിയുന്നില്ല. അതിനാൽ തന്നെ പ്രതിയെ പിടികൂടുന്നതിനായി ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസും പോലീസ് പുറപ്പെടുവിച്ചു. സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും എയർപോർട്ട്, സീപോർട്ട്, അതിർത്തി സംസ്ഥാനങ്ങളിലെ പോലീസ് സ്റ്റേഷനുകൾ, രാജ്യാതിർത്തിയിലെ പോലീസ് സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലാണ് ലുക്കൌട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന SMS DYSP കുബേരൻ നമ്പൂതിരി പറഞ്ഞു. അതേസമയം OM ജോർജ് ഇന്ന് കോടതിയിൽ കീഴടങ്ങുമെന്ന അഭ്യൂഹങ്ങളും പടർന്നിരുന്നു. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. കാർഷിക മേഖല തകരുമ്പോഴും ജില്ലയിൽ 4ഇടത്ത് കൃഷി ഓഫീസർമാരില്ല. നെന്മേനി, മേപ്പാടി, കണിയാമ്പറ്റ, വെള്ളമുണ്ട എന്നീ കൃഷിഭവനുകളിലാണ് ഓഫീസർമാരില്ലാത്തത്. കൃഷി ഓഫീസർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നെന്മേനി അടക്കമുള്ള പഞ്ചായത്തുകളിൽ കർഷകർ സമരത്തിനൊരുങ്ങുകയാണ്. പ്രളയവും അതിനെ തുടർന്നുള്ള കൃഷിനാശങ്ങളും കാരണം ജില്ലയിലെ കാർഷിക മേഖല തകരുമ്പോഴാണ് കാർഷിക മേഖലയ്ക്ക് താങ്ങാവേണ്ട കൃഷിഭവനുകളിൽ കൃഷി ഓഫീസർമാരില്ലാത്തത്. നെന്മേനി, മേപ്പാടി, കണിയാമ്പറ്റ, വെള്ളമുണ്ട എന്നീ കൃഷിഭവനുകളിലാണ് ഓഫീസർമാരില്ലാത്തത്. കഴിഞ്ഞ 6 മാസക്കാലമായി ഈ അവസ്ഥ തുടരുകയാണ്. തൊട്ടടുത്ത കൃഷി ഓഫീസർമാർക്കാണ് ചാർജുള്ളത്. ഓഫീസർമാരില്ലാതെ വന്നതോടെ ഓഫീസുകളുടെ പ്രവർത്തനവും താളം തെറ്റി. ഇത് കർഷകർക്ക് ഏറെ തിരിച്ചടിയായിരിക്കുകയാണ്. കൃഷി ഓഫീസറെ അടിയന്തരമായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നെന്മേനി പഞ്ചായത്തിൽ കർഷകർ പ്രത്യക്ഷ സമരപരിപാടികൾക്ക് ഒരുങ്ങുകയാണ്. ഭൂവിസ്തൃതിയിലെ ഏറ്റവും വിസ്തൃതി കൂടിയ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കൃഷിഭവൻ്റെ കീഴിൽ 6 മാസമായിട്ട് കൃഷി ഓഫീസറില്ല. കാർഷിക മേഖല മുഴുവൻ തകർന്നു. അടക്ക പോയി, നെല്ല് പോയി, കുരുമുളക് പോയി, കാപ്പി, എല്ലാ മേഖലയും തകർന്നു. പക്ഷേ ആയിരക്കണക്കിന് അപേക്ഷകൾ കൃഷിഭവനിൽ കെട്ടിക്കിടക്കുക കൃഷി ഓഫീസറില്ലാതെ. അങ്ങനെ 6 മാസമായി കർഷകർ വളരെ ദുരിതത്തിലായി. ഇപ്പോൾ നാളെ ഈ മേഖലയിലുള്ള മുഴുവൻ കർഷകരും, നെന്മേനി പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് വരുന്ന മുഴുവൻ കർഷകരും സംയുക്തമായൊരു യോഗം നാളെ ചേരുകയും ശക്തമായ സമരങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്യാനുള്ള തീരുമാനത്തിലാണ് കർഷകർ നിൽക്കുന്നത്. അതിൻ്റെ മുന്നോടിയായി എല്ലാ മേഖലകളിലും ഇന്ന് കൃഷി ഓഫീസർ ഇല്ല എന്നുള്ള പ്രചരണം നോട്ടീസും അതുമൊക്കെ കൊടുത്തുകൊണ്ട് കൃഷിക്കാരുടെ ഒരു സംഗമം തന്നെ നാളെ നെന്മേനി പഞ്ചായത്തിൻ്റെ താഴത്തൂർ മദ്രസ ഹാളിൽ വെച്ച് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. നെന്മേനി മംഗലം ഉപതെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങി. LDF, UDF, BJP സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഇവിടെ വിജയിക്കുന്നയാൾ പഞ്ചായത്ത് പ്രസിഡന്റാകും. നെന്മേനി പഞ്ചായത്തിലെ മംഗലം ഉപതെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചു. വാർഡിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. LDF-നായി CPM-ലെ M പുഷ്പവല്ലിയും UDF-നായി കോൺഗ്രസിലെ KC പത്മനാഭനും BJP-ക്കായി KR ഷിനോജുമാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട CR കർപ്പൻ രാജിവെച്ച ഒഴിവിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പട്ടികജാതിക്കായി സംവരണം ചെയ്തതാണ് നെന്മേനി പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനം. നിലവിൽ പഞ്ചായത്തിൽ ഈ വിഭാഗത്തിൽ അംഗങ്ങളില്ല. ഈ സാഹചര്യത്തിൽ ഈ വാർഡിൽ നിന്ന് വിജയിക്കുന്നയാൾ പ്രസിഡന്റാവും. ഈ മാസം 14-നാണ് തെരഞ്ഞെടുപ്പ്. 15-നാണ് ഫലപ്രഖ്യാപനം. നിലവിൽ LDF-നാണ് പഞ്ചായത്തിൽ ഭൂരിപക്ഷമുള്ളത്. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. വയനാട് മെഡിക്കൽ കോളേജിനായി കോട്ടത്തറ ചന്ദ്രപ്രഭ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ സ്ഥലത്തേക്ക് കാപ്പിത്തോട്ടം തരം മാറ്റി നടത്തിയ റോഡ് പണിയും വെറുതെയായി. ബജറ്റിൽ മടക്കിമലയിലെ പ്രസ്തുത സ്ഥലത്ത് മെഡിക്കൽ കോളേജ് നിർമ്മിക്കില്ലെന്നും മറ്റ് അനുയോജ്യ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിന് പണം മാറ്റിവെച്ചതായും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഏറ്റെടുത്ത ഭൂമി മെഡിക്കൽ കോളേജിനും ആശുപത്രിക്കും യോജിച്ചതല്ലെന്ന് കണ്ടെത്തിയെന്നാണ് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഇന്നലെ ബജറ്റ് അവതരണത്തിനിടെ പറഞ്ഞത്. വേറെ സ്ഥലം വാങ്ങാനും കെട്ടിടം നിർമ്മിക്കാനും കിഫ്ബിയിൽ നിന്ന് പണം ലഭ്യമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൽപ്പറ്റ മാനന്തവാടി സംസ്ഥാന പാതയിലെ മടക്കിമലയ്ക്കടുത്തുള്ള മുരണിക്കരയിൽ നിന്നാണ് മെഡിക്കൽ കോളേജിനായി ഏറ്റെടുത്ത സ്ഥലത്തേക്ക് റോഡ് നിർമ്മിച്ചത്. 5.25 ഹെക്ടർ തോട്ടമാണ് റോഡ് നിർമ്മാണത്തിനായി തരം മാറ്റിയത്. ട്രസ്റ്റ് ദാനം ചെയ്ത ഭൂമിയുടെ ഭാഗമല്ല റോഡ് നിർമ്മാണത്തിന് തരം മാറ്റിയ ഭൂമി. 45 മീറ്റർ വീതിയിൽ 1.8 കിലോമീറ്റർ റോഡാണ് മെഡിക്കൽ കോളേജ് ഭൂമിയിലേക്ക് വിഭാവനം ചെയ്തത്.
ചെയ്തിരുന്നത്. ഇതിനകം 3 കോടിയിലേറെ രൂപയാണ് പ്രാഥമിക പണികൾക്കായി ചെലവഴിച്ചത്. 2016 ഓഗസ്റ്റ് 13 ആരോഗ്യമന്ത്രി കെ ശൈലജയാണ് റോഡ് നിർമ്മാണം ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യൻ കോഫി ആക്ട്, കേരള ഭൂപരിഷ്കരണ നിയമം, കേരള ഭൂവിനിയോഗ നിയമം, പ്ലാന്റേഷൻ ലേബർ നിയമം എന്നിവ മറികടന്ന് രജിസ്റ്റേർഡ് കാപ്പിത്തോട്ടം തരംമാറ്റിയാണ് റോഡ് നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തിയത്. സ്ഥലത്തുണ്ടായിരുന്ന മരങ്ങളും മുറിച്ചു നീക്കി. വൈത്തിരി താലൂക്കിലെ കോട്ടത്തറ വില്ലേജിൽ പുതിയ സർവേ നമ്പർ 224/1 ബ്ലോക്ക് നമ്പർ 11ൽപ്പെട്ട 105.44 ഏക്കർ രജിസ്റ്റേർഡ് കാപ്പിത്തോട്ടത്തിന്റെ ഭാഗമാണ് ട്രസ്റ്റ് ദാനം ചെയ്ത 50 ഏക്കർ സ്ഥലം. ഭൂമി ദാനമായി സ്വീകരിക്കാനും മരങ്ങൾ മുറിക്കാനും ട്രസ്റ്റിനെ അനുവദിച്ചത് 2015 ജനുവരിയിലാണ്. 2015 ജൂലൈ 12 കൽപ്പറ്റ SKMJ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് മെഡിക്കൽ കോളേജ് ശിലാസ്ഥാപനം നടത്തിയത്. ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം 3 വർഷത്തിന് ശേഷമായിരുന്നു ശിലാസ്ഥാപനം. മെഡിക്കൽ കോളേജിനായി ഏറ്റെടുത്ത ഭൂമിയിലോ സമീപ പ്രദേശങ്ങളിലോ പ്രളയകാലത്ത് മണ്ണിടിച്ചിൽ പോലും ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. എങ്കിലും ഭൂമിയിൽ പ്രകൃതി ദുരന്ത സാധ്യതയുള്ളതായി പ്രചരണം നടന്നു. അംഗീകൃത ഏജൻസികൾ ശാസ്ത്രീയ പഠനം നടത്താതെയായിരുന്നു ഇതെന്നും ആക്ഷേപമുണ്ട്. മെഡിക്കൽ കോളേജ് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നും ഒരുപക്ഷം ആരോപിക്കുന്നു. വയനാട് വിഷൻ, കൽപ്പറ്റ. പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കേരള-തമിഴ്നാട് അതിർത്തിയിൽ താളൂർ മുത്താരിയിൽ ബിജുവിന്റെ ഭാര്യ അനിതയാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. പനിയെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇവർ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. മരം വീണ് മധ്യവയസ്കൻ മരിച്ചു. മരം വെട്ടുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. അമ്പലവയൽ അമ്പുകുത്തി പാറക്കടവ് വെളുക്കര അബ്രഹാമാണ് മരണപ്പെട്ടത്. സംസ്ഥാന ബജറ്റിൽ മടക്കിമലയിൽ നിർമ്മാണം തീരുമാനിച്ച വയനാട് മെഡിക്കൽ കോളേജ് തഴയപ്പെട്ടതിൽ പ്രതിഷേധിച്ച കൽപ്പറ്റ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കൽപ്പറ്റ ടൗണിൽ പ്രതീകാത്മക വിലാപയാത്ര നടത്തി. വയനാട് മെഡിക്കൽ കോളേജ് പ്രസ്തുത ഭൂമിയിൽ നിന്ന് അട്ടിമറിച്ചത് ഗൂഢാലോചനയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി യാഹിയ ഖാൻ തലക്കൽ പറഞ്ഞു. വയനാടിന്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും വലിയ തിളക്കമുള്ള കാര്യമായിട്ടാണ് UDF ഗവൺമെന്റ് വയനാട് മെഡിക്കൽ കോളേജ് വയനാട്ടുകാർക്ക് നൽകിയത്. എന്നാൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോവുകയും ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലേൽക്കുകയും ചെയ്തതിന്റെ ശേഷം വയനാട് മെഡിക്കൽ കോളേജിന് റീത്ത് വെക്കുന്ന നടപടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ബജറ്റ് കാലയളവിലും പറഞ്ഞത് മെഡിക്കൽ കോളേജ് തുടരും എന്നായിരുന്നു. എന്നാൽ ഈ വർഷം മെഡിക്കൽ കോളേജിന് വേണ്ടി എടുത്ത ഭൂമി അത് നിർമ്മാണത്തിന് അനുയോജ്യമല്ല എന്ന കാരണം പറഞ്ഞ് മെഡിക്കൽ കോളേജിന്റെ അവസാനത്തെ പ്രതീക്ഷയും നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനെതിരെ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതൃത്വത്തിൽ അതിശക്തമായ സമരങ്ങളുടെ മുന്നോടിയായിട്ടാണ് ഇന്ന് കൽപ്പറ്റയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വിലാപയാത്ര. ഒരു മെഡിക്കൽ കോളേജിന്റെ ഇതിൽ വലിയ ജനശ്രദ്ധ ആകർഷിച്ച ഒരു സമരമായി മാറിയിരിക്കുകയാണ് ഈ വിലാപയാത്ര. തുടർന്നുള്ള സമയങ്ങളിൽ വയനാടിനെ അവഗണിച്ച ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയത്തിനെതിരെ അതിശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ട് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്. ഇന്ത്യൻ ജനതയെയും സംസ്കാരത്തെയും സാമൂഹ്യ അവസ്ഥയെയും അടുത്തറിഞ്ഞ സ്വീഡൻ വിദ്യാർത്ഥി സംഘം വയനാട്ടിലെ 1 മാസത്തെ പഠനം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങി. സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലുള്ള ഗ്ലോബൽ കോളേജിലെ 20-ലധികം വരുന്ന അപ്പർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് ഇന്ത്യയിലെ 1ാം ഘട്ട പഠനം പൂർത്തിയാക്കിയത്. ഇത്തവണ ജില്ലയിലെ തൃക്കൈപ്പറ്റ ഗ്രാമമാണ് അവർ പഠനമുറിയായി തെരഞ്ഞെടുത്തത്. സോഷ്യൽ സയൻസ്, കല, നാച്ചുറൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ ആഗോളാടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളും അവസ്ഥകളും അപ്പർ സെക്കൻഡറി തലത്തിൽ പഠന വിഷയമാക്കുന്ന ലോകത്തെ 1ാം കിട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ് ഗ്ലോബൽ കോളേജ്. 700-ലധികം വിദ്യാർത്ഥികളും 60 അധ്യാപകരുമുള്ള ഈ കലാലയത്തിലെ അവസാന വർഷക്കാരായ 16-നും 19-നും ഇടയിലുള്ള വിദ്യാർത്ഥികളാണ് എല്ലാ വർഷവും പഠനത്തിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോകുന്നത്. കഴിഞ്ഞ വർഷത്തിൽ തിരുവനന്തപുരം മിത്രനികേതനിൽ ഇത്തരം വിദ്യാർത്ഥി സംഘം എത്തിയിരുന്നു. ഇത്തവണ വയനാട് ജില്ലയിലെ തൃക്കൈപ്പറ്റ ഗ്രാമമാണ് അവർ പഠനമുറിയായി തിരഞ്ഞെടുത്തത്. ഭക്ഷണശീലവും ജീവിതരീതിയും ഒരു പരിധിവരെ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തി പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ജനാധിപത്യ ആശയങ്ങൾ മനസ്സിലാക്കിയും തൊഴിലിടങ്ങൾ സന്ദർശിച്ചും തൊഴിലാളികളുടെ ജീവിതാവസ്ഥ മനസ്സിലാക്കിയും കൃഷിയിടങ്ങൾ സന്ദർശിച്ചും കർഷകരുമായി ആശയവിനിമയം നടത്തിയുമാണ് കാർഷിക മേഖലയെ ഇവർ തൊട്ടറിഞ്ഞത്. തങ്ങൾക്ക് ഈ പഠനം വ്യത്യസ്ത അനുഭവങ്ങൾ നൽകുന്നുണ്ടെന്ന് സംഘാംഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളായ ഫെലിക്സ് ജേസനും ലീവ് ആൾട്ടർ ജാഗറും പറഞ്ഞു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിൽ ഗ്ലോബൽ കോളേജ് പ്രതിനിധികൾ എത്താറുണ്ടെങ്കിലും മഹാപ്രളയത്തിന് ശേഷമുള്ള അതിജീവനവും പുനരധിവാസവും കേരളത്തിൽ നടക്കുന്നത് എങ്ങനെയെന്നും സാമൂഹ്യ ജീവിതത്തിലുണ്ടായ മാറ്റവും അടുത്തറിയാൻ കൂടിയാണ് ഈ വർഷത്തെ സന്ദർശനം കൊണ്ട് സാധിച്ചതെന്നും അധ്യാപികയും ടീം ലീഡറുമായ ലോട്ട ഫ്രീഗൺ പറഞ്ഞു. ജാഷിദ് കരീം, വയനാട് വിഷൻ, മുട്ടിൽ.
വ്യാപാരികളെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കാൻ അനുവദിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഉസ്മാൻ. വെള്ളമുണ്ട വ്യാപാര ഭവനുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇതിനെ സംഘടന ഒറ്റക്കെട്ടായി നേരിടുമെന്നും കെ ഉസ്മാൻ വെള്ളമുണ്ടയിൽ നടന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തരുവണ കാഞ്ഞിരങ്ങാട് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ചതും നഷ്ടം സംഭവിച്ചതും വ്യാപാര സമൂഹത്തിനാണ്. വികസനത്തിന് കടകളുടെ മുൻഭാഗം സ്വമേധയാ പൊളിച്ചുമാറ്റിയ വെള്ളമുണ്ടയിലെ വ്യാപാരികളുടെ നടപടി മാതൃകാപരമാണെന്നും ഉസ്മാൻ പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് ടി അബ്ദുള്ള അധ്യക്ഷനായിരുന്നു. വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 മൈൽ മുതൽ നെരോൽപ്പുഴ വരെയുള്ള റോഡുകൾ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഒരുപാട് ആളുകൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ഭാഗമായിട്ട് വെള്ളമുണ്ടയിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻവശം ഈ വികസനത്തിന്റെ ഒപ്പം നിൽക്കുന്നതിന് വേണ്ടിയിട്ട് സ്വമേധയാ വെള്ളമുണ്ടയിലെ വ്യാപാരികൾ പൊളിച്ചു കൊടുത്തതും ഇതുവരെ എല്ലാവരും കണ്ടതാണ്. അനധികൃത കയ്യേറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് പൊളിപ്പിക്കുന്നതിന് നിയമാനുസൃതം ബന്ധപ്പെട്ട എല്ലാവർക്കും ഉദ്യോഗസ്ഥന്മാർക്ക് നോട്ടീസ് കൊടുക്കുക, പൊളിപ്പിക്കുക. ജില്ലാ പഞ്ചായത്തിന്റെ ജീവകാരുണ്യ സംരംഭമായ ജീവനം പദ്ധതിയുടെ ജില്ലാതല കമ്മിറ്റി രൂപീകരണം ആസൂത്രണ ഭവനിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ ഹാളിൽ ചേർന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായ കമ്മിറ്റിയിൽ ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ, പാലിയേറ്റീവ് പ്രവർത്തകർ, ധനകാര്യ സ്ഥാപന പ്രതിനിധികൾ, പത്രപ്രവർത്തകർ തുടങ്ങിയവർ അംഗങ്ങളാണ്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായ കമ്മിറ്റി ഫെബ്രുവരി 15-നകം രൂപീകരിക്കും. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ കിഡ്നി രോഗികളുടെയും വിവരശേഖരണം നടത്തുന്നതിന് സർവേ സംഘടിപ്പിക്കും. 30 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് വിഹിതവും 7 ലക്ഷം രൂപ പൊതുജനങ്ങളിൽ നിന്ന് കണ്ടെത്തി 1 കോടി രൂപയുടെ പദ്ധതിയാണ് ജില്ലയിൽ നടപ്പാക്കുക. ജീവനം പദ്ധതിയുടെ ജില്ലാതല കമ്മിറ്റി ഇന്ന് രൂപീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കൺവീനറുമായിട്ടുള്ള കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. DMO അതിൽ ജോയിൻറ്റ് കൺവീനറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 40 അംഗ കമ്മിറ്റിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇനി ഈ ഫെബ്രുവരി 15-ന് ഉള്ളിൽ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് തല കമ്മിറ്റികൾ രൂപീകരിക്കാനും യോഗം തീരുമാനിച്ചു. നെന്മേനി പഞ്ചായത്തിൽ കുരുമുളക് വള്ളികൾ വ്യാപകമായി ഉണങ്ങി നശിക്കുന്നു. 4-5 വർഷം പ്രായമുള്ള കായ്ക്കുന്ന ചെടികളാണ് ഉണങ്ങി നശിക്കുന്നത്. കൃഷിനാശത്തിന് പ്രതിരോധ പ്രവർത്തനം നടത്തുന്നതിൽ കൃഷിവകുപ്പ് തയ്യാറാവുന്നില്ലെന്നും കർഷകർ. നെന്മേനി പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായിട്ടാണ് കുരുമുളക് ചെടികൾ നശിക്കുന്നത്. 4-5 വർഷമുള്ള കുരുമുളക് ചെടികളാണ് ഉണങ്ങി നശിക്കുന്നത്. ആദ്യം ഇലകൾ പഴുത്തും പിന്നീട് വള്ളികൾ ഉണങ്ങിയുമാണ് കുരുമുളക് വള്ളികൾ നശിക്കുന്നത്. കുരുമുളക് തിരികളുള്ള ചെടികളാണ് ആഴ്ചകൾക്കുള്ളിൽ ഉണങ്ങി നശിക്കുന്നത്. ഹെക്ടർ കണക്കിന് പ്രദേശത്തെ കുരുമുളക് ചെടികൾ നിലവിൽ നശിച്ചു കഴിഞ്ഞു. വ്യാപകമായി കുരുമുളക് ചെടികൾ നശിക്കാൻ തുടങ്ങിയത് കർഷകരെ ആശങ്കയിലും പ്രതിസന്ധിയിലുമാക്കിയിട്ടുണ്ട്. വ്യാപകമായ കുരുമുളക് നശിച്ചിട്ടും ഇത് തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ കൃഷിവകുപ്പ് അമാന്തം കാണിക്കുകയാണെന്നാണ് കർഷകരുടെ പരാതി. നെന്മേനി ഗ്രാമപഞ്ചായത്ത്, വയനാട് ജില്ലയിൽ നെന്മേനി ഗ്രാമപഞ്ചായത്തിലെ കർഷകരെ സംബന്ധിച്ച് അതിഗുരുതരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുരുമുളക് വള്ളിക്ക് ഇന്നുവരേക്കും കണ്ടുപിടിക്കാത്ത ഏതോ മാരക രോഗം കയറി പിടിച്ചതിന് ശേഷം തണ്ടെല്ലാം പഴുത്ത് കൊഴിഞ്ഞ് ഉണങ്ങി താഴെ വീഴുന്ന ഒരവസ്ഥയാണ്. കൃഷി വകുപ്പിൽ നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ട നടപടിയോ അല്ലെങ്കിൽ കർഷകർക്ക് ഗുണം ചെയ്യുന്ന യാതൊരു പദ്ധതിയോ നടപ്പിൽ വരുത്തുന്നില്ല. ഉൽപ്പന്നത്തിൻ്റെ വിലക്കുറവ് അതിനേക്കാളേറെ കർഷകരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തി കർഷകൻ്റെ സാമ്പത്തികമായ വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കണം എന്നാണ് ഒരു കർഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. പൊതുവെ കുരുമുളക് വിലയിടിവ് നേരിടുമ്പോൾ തന്നെ രോഗബാധ കൊണ്ട് നശിക്കുന്നതും കർഷകർക്ക് ഇരുട്ടടിയായിട്ടുണ്ട്. വയനാട് വിഷൻ, ബത്തേരി. വെള്ളമുണ്ട ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 61-ാം വാർഷികവും സർവീസിൽ നിന്നും വിരമിക്കുന്ന ലൂസി ടീച്ചർക്കുള്ള യാത്രയപ്പും നടന്നു. ആഘോഷങ്ങൾക്ക് മുൻപായി ഘോഷയാത്രയും തുടർന്ന് സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB നസീം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P തങ്കമണി അധ്യക്ഷയായിരുന്നു. പ്രശസ്ത കവി സാദർ തലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി. വിരമിക്കുന്ന ലൂസി ടീച്ചർക്കുള്ള ഉപഹാര സമർപ്പണം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A ദേവിക നിർവഹിച്ചു. PTA പ്രസിഡന്റ് T മൊയ്തു, ഖമർ ലൈല, സക്കീന കുടുവ തുടങ്ങിയവർ സംസാരിച്ചു. 2 സർക്കാർ വകുപ്പുകൾ തമ്മിൽ കൊമ്പുകോർത്തതോടെ മാനന്തവാടിക്ക് നഷ്ടമായത് 1/2 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. ഹൈസ്കൂൾ പരിസരത്ത് കബനിപ്പുഴയോട് ചേർന്ന് നിർമ്മിച്ചു വന്നിരുന്ന ടൂറിസം ഫെസിലിറ്റേഷൻ കേന്ദ്രത്തിന്റെ പ്രവൃത്തിയാണ് തർക്കം കാരണം നിലച്ചത്. ഇതിനായി നീക്കിവച്ചിരുന്ന 1/2 കോടിയോളം രൂപയാണ് ഉപയോഗിക്കാതെ ലാപ്സായി പോയത്.
മുൻ സർക്കാരിന്റെ കാലത്താണ് കബനി തീരം കൂടിയായ ഹൈസ്കൂൾ മുതൽ താലൂക്ക് ഓഫീസ് വരെയുള്ള ഭാഗങ്ങളിൽ നവീകരണം നടത്താനും നഗരത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇടത്താവളമാക്കാനും ലക്ഷ്യമിട്ട് ടൂറിസം ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ അനുവദിച്ചത്. ഇതിൽ താലൂക്ക് ഓഫീസ് മുതൽ താഴെയങ്ങാടി റോഡ് ജംഗ്ഷൻ വരെയുള്ള പ്രവൃത്തികൾ പൂർത്തിയായെങ്കിലും ഹൈസ്കൂളിന് മുൻവശത്തായുള്ള പുഴയോരത്തെ പ്രവൃത്തികളാണ് നിർത്തിവെക്കേണ്ടി വന്നത്. പ്രവൃത്തികൾ പാതിവഴിയിൽ ഉപേക്ഷിച്ചതോടെയാണ് 2 കോടി രൂപയോളം ലാപ്സായത്. മാനന്തവാടി നഗരസഭയായപ്പോൾ നഗരസഭയുടെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടിയായിരുന്നു മുൻ മന്ത്രി ശ്രീമതി PK ജയലക്ഷ്മി 2 കോടി രൂപ മാനന്തവാടി ഹൈസ്കൂൾ മുതൽ മാനന്തവാടി ടൗൺ ചുറ്റി LED ലൈറ്റുകളും ടൈൽസും പാകി അതുപോലെ വളരെ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി 2 കോടി രൂപ നീക്കിവെച്ചത്. പക്ഷേ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ PWD വകുപ്പും തമ്മിലുള്ള പിടിവാശി മൂലം ഹൈസ്കൂളിൻ്റെ കുറച്ച് മോൾ ഭാഗത്ത് ഉള്ള പ്രവൃത്തികൾ നിർത്തിവെച്ചു. അവിടെ ടൈൽ പാകി അതിൽ കുട്ടികൾക്ക് ഒരു പാർക്ക് പോലെ നിർമ്മിക്കാനായി തീരുമാനിച്ചിരുന്നത്. അത് പാതി വഴിക്ക് നിലച്ചിരിക്കുകയാണ്. റെയിൻ ഷെൽട്ടർ, ടൈൽസ് പാകിയ നടപ്പാത, പുൽത്തകിടി, LED ലൈറ്റുകൾ, കുട്ടികളുടെ പാർക്ക്, ടോയ്ലറ്റ് എന്നിവയായിരുന്നു ഇവിടെ നിർമ്മിക്കാൻ വിഭാവനം ചെയ്തത്. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന വൻമരങ്ങൾ മുറിച്ചുമാറ്റി നിർമ്മാണം നടത്താനുള്ള നീക്കം പ്രകൃതി സ്നേഹികൾ തടഞ്ഞതോടെ നിർമ്മാണം റോട്ടിലേക്കിറങ്ങി. ഇതോടെ അനുമതിയില്ലാത്ത നിർമ്മാണത്തിനെതിരെ നഗരസഭ രംഗത്തെത്തി. തുടക്കത്തിൽ നിർമ്മാണം നിർത്തിവെക്കാൻ പ്രവൃത്തികൾ നടത്തുന്ന പൊതുമരാമത്ത് വകുപ്പിനോട് നഗരസഭ ആവശ്യപ്പെടുകയായിരുന്നു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ കൈവശമുള്ള സ്ഥലത്ത് നിർമ്മാണങ്ങൾ നടത്താൻ നഗരസഭയുടെ അനുമതി വേണ്ടതില്ലെന്ന നിലപാടിൽ നഗരസഭയുടെ നോട്ടീസ് വകവയ്ക്കാതെ നിർമ്മാണം തുടർന്നെങ്കിലും നിർമ്മാണം പൊളിച്ചുമാറ്റാനുള്ള നോട്ടീസ് ലഭിച്ചതോടെ പ്രവൃത്തികൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ റോഡിലൂടെയുള്ള വാഹനയാത്രയും വിദ്യാർത്ഥികളുടെ കാൽനടയാത്രയും ദുഷ്കരമായി തുടരുന്നു. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. റോഡ് പ്രവൃത്തികൾ ജനുവരി 31-ന് പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ രേഖാമൂലം നൽകിയ ഉറപ്പ് പാലിക്കാത്ത സാഹചര്യത്തിൽ ഫെബ്രുവരി 4-ന് പാണ്ടിക്കടവിൽ റോഡ് ഉപരോധം നടത്തുമെന്ന് UDF ഇടവക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. പാണ്ടിക്കടവ് കണ്ടത്തുവയൽ 4 കിലോമീറ്റർ ദൂരമുള്ള ആദ്യഘട്ട പ്രവൃത്തികളാണ് അനന്തമായി നീളുന്നത്. ജനുവരി 31-നകം ആദ്യഘട്ട പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്ന് രേഖാമൂലം ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഈ ഉറപ്പ് പാലിക്കപ്പെടാത്തതിനെ തുടർന്ന് ഇന്ന് ഓഫീസിലെത്തിയെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാരെയും തന്നെ കാണാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് റോഡ് ഉപരോധമടക്കമുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് UDF തയ്യാറെടുക്കുന്നത്. പാണ്ടിക്കടവ് കണ്ടത്തുവയൽ റോഡിന്റെ പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ മാസം അവസാനം ഞങ്ങളെ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണാൻ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജനുവരി മാസം 31-ാം തീയതി പണി പൂർത്തീകരിച്ചു തരാമെന്ന് AXC രേഖാമൂലം ഉറപ്പ് തന്നു. ഇന്നലെ വരെ പണിയുടെ ഒരു 10% പോലും പൂർത്തിയാകാത്തതുകൊണ്ട് പണി ഇപ്പം നടക്കുന്നില്ലാത്തതുകൊണ്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഈ പണി പാണ്ടിക്കടവ് കണ്ടത്തുവയൽ റോഡിൻ്റെ പണി പൂർത്തിയാകാത്തതുകൊണ്ട് ആ പ്രദേശവാസികൾ മുഴുവൻ പൊടിയിലും യാത്രാ ദുരിതവും അനുഭവിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കാണുന്നത് വരെ ഞങ്ങൾ AXC കാണുകയോ ഇന്ന് ഈ ഓഫീസിൽ വന്നപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും ഇവിടെ ഇല്ല. ഒന്നുകിൽ ഞങ്ങൾക്ക് ഇതിനെ രേഖാമൂലം എന്ന് പണി പൂർത്തീകരിക്കുന്ന ഉറപ്പ് തരിക, അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ ഇതിൽ പ്രതിഷേധിച്ച് പാണ്ടിക്കടവ് റോഡ് ഉപരോധം അടക്കമുള്ള പരിപാടികൾ നടത്താൻ ഇടവക മണ്ഡലം UDF കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ചെസ് കളിയിൽ മികവ് തെളിയിച്ച 13-കാരൻ ശ്രദ്ധേയനാകുന്നു. ബത്തേരി ബീനാച്ചി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ അർജുൻ ബിജുവാണ് 2 വർഷത്തിനിടെ 100-ലധികം മത്സരങ്ങളിൽ പങ്കെടുത്ത് 150-ലധികം ട്രോഫികളും മെഡലുകളും കരസ്ഥമാക്കിയത്. വാകരിക്കടുത്ത് CC പായിക്കാട്ട് ബിജുവിന്റെയും തുഷാരയുടെയും മകനാണ് അർജുൻ ബിജു. ചെസ് കളിയിൽ 2 വർഷത്തിനുള്ളിൽ 100-ലേറെ ടൂർണമെന്റുകളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിരിക്കുകയാണ് ബത്തേരി ബീനാച്ചി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ അർജുൻ ബിജു. ഇതിനിടെ തന്നെ 80-ലധികം ജില്ലാ മത്സരങ്ങളിലും 30ഓളം സംസ്ഥാന മത്സരങ്ങളിലും പങ്കെടുത്ത് അർജുൻ 1ാം സ്ഥാനത്തെത്തി. 1 മാസത്തിനിടെ തന്നെ 3 സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം നേടാനും അർജുന് കഴിഞ്ഞു. കൂടാതെ ഇന്റർനാഷണൽ ടൂർണമെന്റുകളിലും മികവ് തെളിയിക്കാൻ അർജുന് കഴിഞ്ഞിട്ടുണ്ട്. അർജുൻ ബിജു ഏകദേശം 2 വർഷം ആയി ചെസ് മേഖലയിലുണ്ട്. വയനാട് ജില്ലയിൽ നടക്കുന്ന ഒട്ടുമിക്കവാറും ടൂർണമെന്റുകളിൽ പങ്കെടുക്കാറുണ്ട്. നിരവധി തവണ അതിൽ ചാമ്പ്യൻഷിപ്പ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സഹോദയ ചാമ്പ്യൻഷിപ്പിൻ്റെ സ്റ്റേറ്റ് വിന്നറായിരുന്നു. ഈ വർഷം തന്നെ സ്കൂൾ ലെവലിൽ നടത്തിയ 3 സംസ്ഥാന മത്സരങ്ങളിൽ ഈ 1 മാസത്തിനുള്ളിൽ തന്നെ പങ്കെടുക്കാനുള്ള അവസരം നേടി. അതിൽ 3ഉം 4ഉം 7ഉം സ്ഥാനങ്ങൾ തുടർച്ചയായി 1 മാസത്തിനുള്ളിൽ തന്നെ 3 സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കേണ്ടത്. 2 വർഷം മുമ്പ് അയൽവാസി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ സമ്മാനിച്ച ചെസ് ബോർഡാണ് അർജുനെ ചെസ് കളിയിലേക്ക് ആകർഷിച്ചത്. VR സന്തോഷാണ് ഇപ്പോൾ അർജുനന്റെ ട്രെയിനർ. വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ ഗൾഫിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് ചെസ് ബോർഡ് ആദ്യമായിട്ട് വാങ്ങി തന്നു. ഞാൻ കളിച്ച് പഠിച്ച് താല്പര്യം തോന്നിയിട്ടാണ് പിന്നെ ചെസ് ടൂർണമെൻറ്റ് പോകാൻ തുടങ്ങിയത്. ചെസ് ടൂർണമെൻറ്റ് പോകാൻ തുടങ്ങിയ ശേഷമാണ് എനിക്ക് ഇങ്ങനെ ട്രോഫികൾ കിട്ടിയിട്ട് പിന്നെ ഞാൻ ഇൻട്രസ്റ്റ് കയറി മുന്നോട്ട് പോയത്. പിന്നെ എനിക്ക്
സന്തോഷ് സാർ കോച്ചിങ് തരാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ ഇൻ്റർനാഷണൽ താരമായി വളർന്നത്. സഹോദരൻ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായ സൂര്യകൃഷ്ണയും ചെസ് കളിയിൽ മികവ് തെളിയിക്കുന്നുണ്ട്. ചെസ് ടൂർണമെൻറ്റിൽ നിന്ന് സമ്മാനമായി ലഭിച്ച 5000 രൂപ കളക്ടറേറ്റിലെത്തി മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയും ഈ സഹോദരന്മാർ ശ്രദ്ധേയരായി. ജയരാജ്, വയനാട് വിഷൻ, ബത്തേരി. വർഷങ്ങളായി വനം വകുപ്പ് ജനങ്ങളോട് ചെയ്യുന്ന ജനദ്രോഹ നടപടികൾക്കെതിരായി നൂൽപ്പുഴ പഞ്ചായത്ത് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിരോധ കൺവെൻഷൻ സംഘടിപ്പിച്ചു. 17 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചെട്ടിയാലത്തൂർ സ്കൂളിന്റെ ചുറ്റുമതിൽ നിർമ്മിക്കുന്ന പ്രവൃത്തി കഴിഞ്ഞ ദിവസം വനം വകുപ്പ് തടഞ്ഞിരുന്നു. കൂടാതെ റോഡ് വികസനം, ആംബുലൻസ് തടയുക തുടങ്ങിയ നടപടികളും വനാവകാശം നൽകാത്തതിലും പ്രതിഷേധിച്ചാണ് സർവകക്ഷി കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കൺവെൻഷനിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശോഭൻകുമാർ ചെയർമാനും പഞ്ചായത്ത് മെമ്പർ ബിന്നി കൈനിക്കൽ കൺവീനറുമായുള്ള ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകി. 4-ാം തീയതി ബോർഡ് മീറ്റിംഗിന് ശേഷം സമരപരിപാടികളെക്കുറിച്ച് തീരുമാനിക്കുമെന്നും സർവകക്ഷി നേതാക്കൾ പറഞ്ഞു. നിരവധി സവിശേഷതകളും പരിമിതികളും നിറഞ്ഞ ഒരു പഞ്ചായത്ത് സ്വാഭാവികമായും വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ വനം വകുപ്പിന്റെ ചില ധിക്കാരികളായ ഉദ്യോഗസ്ഥന്മാരുടെ ജനവിരുദ്ധ സമീപനത്തിനെതിരെ പലപ്പോഴായി ബഹുജനരോഷം ഉയർന്നു പൊന്തുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദിവാസികളെയും സംബന്ധിച്ച് നമുക്കറിയാം, ജീവിതം തന്നെ ദുസ്സഹമാകുന്ന ഒരു സാഹചര്യത്തിൽ അമിതമായി മദ്യപിച്ച് ബസ് ഓടിക്കുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റിലെ ഡ്രൈവർ വൈത്തിരി പോലീസിന്റെ പിടിയിലായി. മാനന്തവാടി ഗാരേജിലെ RPA 711 നമ്പർ ബസ്സിലെ ഡ്രൈവർ വാരാമ്പറ്റ പന്തിപ്പൊയിൽ സ്വദേശി മനോജിനെയാണ് വൈത്തിരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ബസ്സിന്റെ അപകടകരമായ യാത്രയിൽ സംശയം തോന്നിയ യാത്രക്കാരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. മാനന്തവാടിയിൽ നിന്നും പാല മുണ്ടക്കയം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ബസ്.